ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ മുളകും പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ ഒരു വെളിച്ചെണ്ണ, ഒരു സ്പൂൺ ആയാലും കുഴപ്പമില്ല, ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കൈവച്ച് നല്ല മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇനി ഫ്ലെയിം ഓണാക്കി ഞാൻ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ മൺചട്ടി ചൂടായതിന് ശേഷം 2 ചെറിയ പട്ട ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചെറിയ 2 സവാള ഇട്ട് കൊടുക്കുക. അത് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് 2-3 വെളുത്തുള്ളി അരിഞ്ഞതും ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അതിൽ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 2 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി ആണ് ഇട്ട് കൊടുത്തത്. തക്കാളി ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കുക. നല്ല വെള്ളം തീ കുറച്ച് വെക്കാൻ കേട്ടോ. പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഈ വരുവാകുമ്പം എന്ത് ചെയ്യണം, നമ്മൾ മസാല പുരട്ടി വെച്ച പപ്പായയില്ലേ, ആ പപ്പായ എടുത്തിട്ട് ഇതിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ പപ്പായ ഇട്ടതിന് ശേഷം അതും നന്നായിട്ട് നല്ല ഇളക്കി കൊടുക്കുക. നല്ല തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആ മസാല പറ്റിയ പാത്രത്തിൽ വെള്ളമാണ് എടുത്തത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ അത് മൂടി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ജീരകം, ഒരു 2-3-4 ചുവന്നുള്ളി, ഇതൊക്കെ ഇട്ട് അരപ്പാണ് ഞാൻ ചേർത്തത് കേട്ടോ. അത് അരച്ചതിന് ശേഷം എല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് തിളക്കുന്ന വരെ അടച്ചു വയ്ക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് നല്ല തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് നമുക്ക് അത് വറവിടണം. അതിന് ശേഷം പാൻ ചൂടാക്കിയതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2-3 ചുവന്നുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ 2-3 ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് വാർത്തതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ പപ്പായക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.